ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ എടുക്കുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്കാണ്. നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് ലാസ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. വെർബൽ മീൻസ് വേർഡ്സ് സ്പോക്കൺ. അപ്പോൾ റിട്ടൺ എന്ന് പറയുമ്പോൾ എന്താണ്? വേർഡ്സ് റിട്ടൺ, എഴുതി എഴുത്തുകുത്തുകളിലൂടെയുള്ള നമ്മളെ കമ്മ്യൂണിക്കേഷൻ, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷനെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മീനിങ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ മീൻസ് ദ സെൻഡിങ് ഓഫ് മെസ്സേജസ്, ഓർഡേഴ്സ് ഓർ ഇൻസ്ട്രക്ഷൻസ് ഇൻ റൈറ്റിംഗ് ത്രൂ ലെറ്റേഴ്സ്, സർക്കുലേഴ്സ്, മാനുവൽസ്, റിപ്പോർട്ട്സ്, മെമ്മോസ്, ബുള്ളറ്റിൻസ് എക്സെട്ര. ഓർഗനൈസേഷൻ്റെ ഉള്ളിലത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താണ്? സെൻഡിങ് ഓഫ് മെസ്സേജസ്, മെസ്സേജുകളും ഓർഡറുകളും ഇൻസ്ട്രക്ഷൻസും പാസ് ചെയ്യുന്നു. എന്തിലൂടെയാണ്? അതിനുള്ള പാത്ത് അല്ലെങ്കിൽ മീഡിയമാണ് ലെറ്റേഴ്സ്, സർക്കുലറുകൾ, മാനുവൽസ്, റിപ്പോർട്ട്സ്, പിന്നെ ഓഫീസ് മെമ്മോസ്, ബുള്ളറ്റിൻ. ഈ രൂപത്തിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോംസൊക്കെ നമുക്കിനി പഠിക്കാനുണ്ട്. അതപ്പോൾ നോക്കാം, അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ. ദെൻ it is the formal method of communication with less flexibility and scope for permanent record. ഇത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫോർമൽ മെത്തേഡാണ് അല്ലേ, വളരെ ഫോർമൽ ആയിട്ടുള്ളതാണ്. കാരണം നമുക്ക് നേരിട്ട് ഇപ്പോൾ ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷൻ നമ്മൾ റിട്ടൺ ആക്കാറില്ല അല്ലേ കൂടുതലും. അപ്പോൾ ഫോർമലായിട്ട് ഓർഗനൈസേഷൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ റിട്ടൺ ഇപ്പോൾ യൂണിവേഴ്സിറ്റി എന്തെങ്കിലും പറയാനുള്ളത് അവർ അനൗൺസ് ചെയ്യുന്നതല്ല, അവർ കൃത്യമായ എന്ത് ചെയ്യുന്നുണ്ട്? രേഖകളിലൂടെ, നോട്ടിഫിക്കേഷനിലൂടെയാണ് അവരത് പുറത്തിറക്കുന്നത് അല്ലേ. അപ്പോൾ PSC എന്തെങ്കിലും അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനിലൂടെയാണ്. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഫോർമൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലെസ് ഫ്ലെക്സിബിൾ അല്ലേ. ഈ ഒരു ഡോക്യുമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു നോട്ടീസിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? എഴുത്താലുള്ള കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ അത് തിരുത്താൻ നമുക്ക് ആ സ്പോട്ടിൽ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? ഇപ്പം നമുക്ക് എന്താ പറയുക, നമ്മളിപ്പം സ്പീക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു തെറ്റ് സംഭവിച്ചാൽ അപ്പം തന്നെ സ്പോട്ടിൽ കറക്റ്റ് ചെയ്യും. ഇപ്പം ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ എനിക്കപ്പം തന്നെ തിരുത്താൻ പറ്റും. അതേ സ്ഥാനത്ത് എഴുത്തുകുത്തുകളാവുമ്പോൾ അത് പിന്നെയും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ എറർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്കിൽ അപ്പോൾ നമുക്കത് തിരുത്തണമെങ്കിൽ പിന്നീട് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ പുതിയത് കറക്റ്റ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ട് വീണ്ടും സർക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്? ലെസ് ഫ്ലെക്സിബിൾ ആണത്. ആൻഡ് സ്കോപ്പ് ഫോർ പെർമനൻറ്റ് റെക്കോർഡ് ഒരു അഡ്വാൻറ്റേജ് ആണത് അല്ലേ. നമ്മൾ പറഞ്ഞതിന് തെളിവ് കുറവാണ്, പക്ഷെ നമ്മൾ എഴുതി അല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങൾക്ക് നമുക്ക് കൃത്യമായ പ്രൂഫ് ഉണ്ടാവും. അപ്പോൾ ഒരു പെർമനൻറ്റ് റെക്കോർഡാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓർഗനൈസേഷൻസ് കൂടുതലും റിട്ടൺ കമ്മ്യൂണിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഞങ്ങളിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല അല്ലേ. കൃത്യമായ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്, ഓർഡർ അല്ലേ, അങ്ങനെ സർക്കുലർ ഇറക്കുക. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പെർമനൻറ്റ് റെക്കോർഡാണ് ഓർഗനൈസേഷന് കിട്ടുന്നത്. അപ്പം ഇനി നമുക്ക് എന്തൊക്കെ ഒരു ഓർഗനൈസേഷൻ റിട്ടൺ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് മീഡിയംസ്, അതായത് ഇമെയിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇപ്പം എന്താണ്, ഓർഡിനറി മെയിലുകളേക്കാൾ കൂടുതലും ഇമെയിലുകളാണ് ഇപ്പോഴത്തെ ഇത് കണ്ടീഷൻസിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. കൺസ്യൂമറിലേക്ക് നേരിട്ടെത്താൻ ഇമെയിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ദെൻ വെബ്സൈറ്റുകളിലൂടെ വെബ് കണ്ടൻറ്റിൽ റിട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൂടുതലുണ്ടാവുക. ദെൻ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതായത് നമ്മുടെ ഫോർമൽ ലെറ്ററുകൾ പോസ്റ്റ് ഓഫീസ് ത്രൂ കിട്ടുന്നത്. ദെൻ ഫാക്സുകൾ, കമ്പനിക്ക് ഫാക്സായിട്ട് വരുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പാസ് ചെയ്യുന്ന കാര്യങ്ങളും. ഇതൊക്കെ എക്സാമ്പിൾസാണ് എന്തിന്? മീഡിയാസ്, മോഡ്സ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഇൻ ബിസിനസ്സിൽ. ഇനി നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്ന നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ഫോംസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അവിടെ മൊത്തം 6 ടൈപ്പ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ അവിടെ പറയുന്നുണ്ട് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ലെറ്റേഴ്സാണ്. ഏറ്റവും കൂടുതൽ ഫോർമലായിട്ടുള്ള, ഏറ്റവും കൂടുതൽ വൈഡ്ലി യൂസ് ചെയ്യുന്നതാണ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലേ.
Letters are most widely used form of written communication. It should follow certain format while drafting the letter. ലെറ്ററിൻ്റെ വേറൊരു പ്രത്യേകത, നമുക്ക് വെറുതെ മെസ്സേജ് എഴുതി അങ്ങ് അയച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരു കത്ത് എഴുതുമ്പോൾ അതിന് തീർച്ചയായും എന്തുണ്ട്, ഒരു ഫോർമാറ്റ് ഉണ്ട് അല്ലേ. നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ ലെറ്ററിൻ്റെ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു ഫോർമാറ്റ് നിർബന്ധമാണ് ലെറ്ററിൽ. അപ്പോൾ നമ്മളല്ലേ ആദ്യം എന്താണ് ഫ്രം ടു അഡ്രസ്സ് വേണം, പിന്നെ അല്ലേ ലെറ്റർ ഹെഡ് വേണം, സബ് ടൈറ്റിൽ അല്ലേ, എന്നിട്ട് നമ്മൾ ഇതൊക്കെ കൊടുത്തിട്ടാണ് കണ്ടൻറ്റിലേക്ക് വരിക. അപ്പോൾ അതിന് കണ്ടൻറ്റിന് ഒരു ഇൻട്രൊഡക്ഷൻ വേണം അല്ലേ, കണ്ടൻറ്റ് ഒരു കൺക്ലൂഷൻ വേണം, ഡേറ്റ്, അങ്ങനെയുള്ളൊരു പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ ആ ഫോർമാറ്റ് നമ്മൾ അതേപോലെ ഫോളോ ചെയ്യണം ലെറ്ററിൻ്റെ കേസിൽ. ദെൻ എന്ത് ചെയ്യുക, ലെറ്റർ എന്ന് പറയുന്നത് ഒന്നുകിൽ ഹാൻഡ് റിട്ടൺ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ കേസിൽ അത് ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്യുന്നതായിരിക്കാം അല്ലേ. ലെറ്റർ ഹെഡ് ഓഫ് ദ കമ്പനി ആയിരിക്കും അത് ടൈപ്പ് ചെയ്യുക അല്ലെ, കമ്പനിയുടെ പേര് വെച്ചിട്ടുള്ള പേപ്പർ, അത് ലെറ്റർ ഹെഡിലാണത് എന്ത് ചെയ്യുക, ഡ്രാഫ്റ്റ് ചെയ്യുക ലെറ്റർ ബിസിനസ്സിൽ. അപ്പോൾ ഒന്നാമത്തെ ലെറ്റർ എന്നുള്ളൊരു ഫോമാണ്. ഇനി 2 മെമ്മോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം വരുന്നത് മെമ്മോറാൻഡം ആണ്. അപ്പോൾ മെമ്മോറാൻഡം എന്ന് പറയുന്നത് ആൻ ഇൻഫോർമൽ ഷോർട്ട് മെസ്സേജ് ബിറ്റ്വീൻ ഓർഗനൈസേഷണൽ മെമ്പേഴ്സ് ആൻഡ് ഈസ് റിലേറ്റഡ് ടു ഡെയിലി വർക്ക്. ഓർഗനൈസേഷണൽ മെമ്പേഴ്സ് തമ്മിലുള്ള എന്താണ് ഫോർമൽ എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജ് ആണ് ഈ മെമ്മോ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് റിട്ടേൺ കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്നത്. പിന്നെ ലെറ്ററോ മറ്റു മെത്തേഡുകളായിട്ട് മെമ്മോസിനെ കമ്പയർ ചെയ്യുമ്പോൾ മെമ്മോ എന്ന് പറയുന്നത് വളരെ ഷോർട്ട് മെസ്സേജാണ്. അത് എന്താണ് റിലേറ്റഡ് ടു എന്താണ് ഡെയിലി വർക്കാണ്. ഓർഗനൈസേഷനുള്ളിലെ ഡെയിലി റുട്ടീൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ അയക്കുന്ന ഷോർട്ട് മെസ്സേജാണ്, അല്ലെങ്കിൽ സബോർഡിനേറ്റ് സുപ്പീരിയർക്ക് അയക്കുന്ന ഷോർട്ട് മെസ്സേജുകൾ മെമ്മോൻ്റെ രൂപത്തിലാണ് അയക്കുന്നത്. അപ്പോൾ സ്മോൾ മെമ്മോ പാഡ്സ് ഇതിനു വേണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ നമ്മൾ ലെറ്റർ പാഡും നോട്ട് പാഡ്സൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ മെമ്മോ പാഡ്സ് ഉണ്ട്, സ്മോൾ മെമ്മോ പാഡ്സ്. അതിൽ കമ്പനിയുടെ പേര്, ഡേറ്റ് എഴുതാനുള്ള സ്പേസ്, ആരാണോ അയക്കുന്ന ആ സെൻഡർ അയാൾ ഏത് സെക്ഷനിലുള്ള ആളാണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളാണെന്ന് എഴുതാനുള്ള സ്പേസ് ഉണ്ടാവും. പിന്നെ ആർക്കാണോ റിസീവർ ആരാണോ അയാളുടെ പേര്, അയാളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഇതൊക്കെ എഴുതാനുള്ള സൗകര്യമുണ്ട്. ഇതിനോടൊപ്പം തന്നെ മെസ്സേജ്, ആ കണ്ടൻറ്റ് ഓഫ് മെസ്സേജ് എഴുതുന്ന സ്പേസിനോടൊപ്പം തന്നെ ആ മെമ്മോ പാഡിൽ ഉണ്ടായിരിക്കും. അപ്പോൾ മെമ്മോ പാഡിനെ കുറിച്ച് ഓർക്കേണ്ടത് അത് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് മെസ്സേജുകൾ ഇൻറ്റേർണലി എക്സ്ചേഞ്ച് ചെയ്യാനുള്ളതാണ്. തേർഡ്, നോട്ടീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാസ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ദ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടക്കുന്ന മാസ് കമ്മ്യൂണിക്കേഷനാണ് നോട്ടീസിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരേ മെസ്സേജ് തന്നെ, സെയിം മെസ്സേജ് കുറേ ആളുകൾക്ക് അയക്കണമെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് നോട്ടീസ് എന്ന് പറയുന്നത്. നോട്ടീസ് വളരെ ഒരുപാട് കണ്ടൻറ് ഉണ്ടാവില്ല. നോട്ടീസ് ഒരു 1 പേജിലൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഷോർട്ടായിട്ട് പറയാനുള്ള കാര്യം പറയണം, സിമ്പിളായിട്ട് പറയണം അല്ലേ. അതുകൊണ്ട് തന്നെ അത് വായിക്കുന്ന ആളുകൾക്ക് ഈസി ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓർഗനൈസേഷനുള്ളിൽ അത് നോട്ടീസ് ബോർഡിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, അറ്റാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നോട്ടീസ് ബോർഡിൽ അറ്റാച്ച് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നോട്ടീസ് എന്നുള്ളത് ഇതാണ്, ഷോർട്ടായിട്ട് ഉള്ള കൺസെപ്റ്റ് ഈസിലി ഐഡൻറ്റിഫയബിൾ ആയിട്ട് അല്ല അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്ക് കോമൺ മെസ്സേജ് സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഫോമാണ്. ഫോർത്ത്, സർക്കുലർ. A circular is a detailed document giving information, instructions or orders on a specific matter. സർക്കുലർ എന്ന് പറയുന്നത് ഒരു വളരെ ഫോർമലായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതിൽ ഡീറ്റെയിൽഡ് ആണത് കണ്ടൻറ്റ്. തൊട്ട് മുന്നേ നമ്മൾ നോട്ടീസും മെമ്മോ എല്ലാം പഠിച്ചിട്ടുണ്ടല്ലേ, വളരെ ഷോർട്ടാണത്. അതേ സ്ഥാനത്ത് സർക്കുലർ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ഡോക്യുമെൻ്റാണ്. അതിൽ എന്തൊക്കെയാവാം, എന്തെങ്കിലും ഇൻഫോർമേഷൻ, ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വേരിയസ് പാർട്ടീസിന് അയക്കാനുള്ള ഇൻഫോർമേഷൻ ആവാം, അവർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആവാം, ഓർഡേഴ്സ് ആവാം അല്ലേ. അത് എന്തിൻ്റെ മേലെ, സ്പെസിഫിക് ടോപ്പിക്കിൻ്റെ മേലെ. ദെൻ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ എ സ്പെസിഫിക് ഡേറ്റ്, നമ്പർ അല്ലേ. എന്തുണ്ടാവും, സർക്കുലർ എന്നാണ് പുറത്തിറക്കിയത് അതിൻ്റെ ഡേറ്റ് ഉണ്ടാവും, ആ സർക്കുലർ ഓർഡർ നമ്പർ ഉണ്ടാവും. ദെൻ അതാരാണോ സൈൻ ചെയ്യുന്നത് അയാളുടെ പേരും സിഗ്നേച്ചറും അല്ലേ. അതായത് സിഗ്നിഫയിങ് അതോറിറ്റി ഏതാണ്, ഇഷ്യൂയിങ് ഓഫീസ് ഏതാണ് അതിൻ്റെ. ഇപ്പോൾ ഇതൊക്കെ സർക്കുലറിനൊക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക്
ഏറ്റവും ഫെമിലിയർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന സർക്കുലറുകൾ അല്ലേ, അത് 1-2 വാക്കിലല്ല അല്ലേ, കുറച്ച് പേജസ് ആയിട്ടാണ് ഈ സർക്കുലറുകൾ അവർ പുറത്തിറക്കുന്നത്. അപ്പോൾ ഇഷ്യൂയിങ് അതോറിറ്റി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അല്ലേ, എക്സാമിനേഷൻ കൺട്രോളർ ആണെങ്കിൽ അയാളുടെ സീലും പേരും ഒക്കെ അതിലുണ്ടാവും, ഡേറ്റ്, ഓർഡർ നമ്പർ ഉണ്ടാവും. അതാണ് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് സർക്കുലറിന് പറയാനുള്ളത്. പിന്നെ PSC ഒക്കെ അങ്ങനെയാണ് സർക്കുലറുകൾ ഇറക്കാറുണ്ട്. ദെൻ 5th റിപ്പോർട്ട് എന്ന് പറയുന്ന ഫോമാണ്. റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ സർക്കുലറിനേക്കാളും കുറച്ചുകൂടെ പേജസ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് കണ്ടൻറ്റ് കൂടുതൽ വരുന്നതാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പ്രൊജക്റ്റ് റിപ്പോർട്ടൊക്കെ കേട്ടില്ലേ, റിസർച്ച് റിപ്പോർട്ട്, അതുപോലെ വരുന്നതാണ്. അപ്പോൾ അത് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള സ്റ്റഡിയുടെ റിസൾട്ടും ആ സ്റ്റഡിയുടെ മൊത്തം സ്റ്റഡിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസുമാണ് ആ റിപ്പോർട്ടിൽ ഉണ്ടാവുക. A report is a document prepared by an individual or a committee entrusted with the task of collecting information on a given subject. ഒരു തന്നിരിക്കുന്ന സബ്ജക്റ്റിൽ ഒരാളോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ, ഇപ്പം നമ്മൾ ഇപ്പം എഡ്യൂക്കേഷൻ്റെ ബേസിൽ പല കമ്മിറ്റികളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ദെൻ പരിസ്ഥിതി അല്ലേ, സംരക്ഷണത്തിന് വേണ്ടിയുള്ള കമ്മിറ്റികൾ, കസ്തൂരി രംഗൻ റിപ്പോർട്ട് അല്ലേ, നിങ്ങൾ അതുപോലെയുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചിട്ട് ആ കമ്മിറ്റി ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് സ്റ്റഡി ചെയ്തതിൻ്റെ റിസൾട്ട് ആ റിപ്പോർട്ടിലുണ്ടാവും. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഹെഡ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കുമേൽ നടത്തിയ സ്റ്റഡിയുടെ റിസൾട്ടാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടാവുക. അപ്പോൾ അതൊരു റിസർച്ചാണ്. അപ്പോൾ അതിൽ ഡാറ്റ കളക്ഷൻ ഉണ്ട്. ആ കളക്ട് ചെയ്ത ഡാറ്റയുടെ പ്രസൻറ്റേഷൻ, ഫൈൻഡിങ്സ് റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ റെക്കമെൻഡേഷൻസ് മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ സ്റ്റഡി ചെയ്ത ആൾ അല്ലെങ്കിൽ ആ സ്റ്റഡി ചെയ്ത ഗ്രൂപ്പ് ഓഫ് ആളുകൾ, അത്രയും അവരെന്താണ് മുന്നോട്ട് വെക്കുന്നത്, അതാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടാവുക. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് മിനിറ്റ്സ് ആണ്. Minutes are legal document containing the written record of decisions taken at a meeting. മിനിറ്റ് മീറ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഡോക്യുമെൻ്റാണ്. അതായത് ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ അതിലെടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള മെൻഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ റിട്ടൺ റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിനിറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഹാൻഡ് റിട്ടൺ ആയിരിക്കാം, ടൈപ്പ് ചെയ്തതായിരിക്കാം, അതുപോലെ തന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്, പ്രിൻ്റ് ചെയ്തിട്ട് ഉള്ള മിനിറ്റ് ബുക്കും ആവാം. അപ്പോൾ മിനിറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെൻറ്റ് റിലേറ്റഡ് ടു ഡിസിഷൻസ് അബൌട്ട് ദ മീറ്റിങ്ങിൻ്റെ ഡിസിഷൻസ് ആണ് ഇതിലുണ്ടാവുക. ഇത്രയാണ് ഈ ഫോംസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. 1 ലെറ്റേഴ്സ്, 2 മെമ്മോസ്, നോട്ടീസ്, സർക്കുലർ, റിപ്പോർട്ട്, മിനിറ്റ്സ്. ഇനി അടുത്ത ടോപ്പിക്, നമുക്ക് ഈ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ പല എറേഴ്സും വരാൻ ചാൻസ് ഉണ്ട്. മെയിനായിട്ടും 4 ടൈപ്പ് ഓഫ് എറേഴ്സ്. ആ എറേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ആ എറേഴ്സ് തീർച്ചയായും റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമാണ് ആ റീഡർക്ക് റൈറ്റർ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് ഫാസ്റ്റായിട്ടും ആക്യുറേറ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം ഫസ്റ്റ് എറർ എന്ന് പറയുന്നത് കൺഫ്യൂസിങ് ലാംഗ്വേജ് ആണ്. യൂസ് ഓഫ് കൺഫ്യൂസിങ് ലാംഗ്വേജ്, അതായത് ഇപ്പം നമുക്ക് ഒരേ കാര്യം തന്നെ സിമ്പിളായിട്ടും പറയാം, പല ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടും പറയാം അല്ലേ. പക്ഷേ അത് റീഡിങ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ, റീഡറുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അയാൾക്ക് താല്പര്യം സിമ്പിളായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പം കൺഫ്യൂസിങ് ആയിട്ടുള്ള ലാംഗ്വേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺഫ്യൂസിങ് വേർഡ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ കൺഫ്യൂസിങ് വേർഡ്സ് നമ്മൾ ആ ഒരു റിട്ടൺ മെറ്റീരിയലിൽ കൊടുക്കുമ്പം അത് റീഡ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചോളം എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ക്യാൻ ബി മിസ്ലെഡ് ദ റീഡർ ആൻഡ് കോസ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ ബിറ്റ്വീൻ റൈറ്റർ ആൻഡ് റീഡർ. അതെന്ത് ചെയ്യും, റീഡറെ മിസ്ലീഡ് ചെയ്യും. ടോപ്പിക്ക് റൈറ്റർ എന്താണ് ഉദ്ദേശിച്ചത് അതായിരിക്കുന്നില്ല റീഡർ ആ വാക്ക് വായിച്ചെടുത്തിട്ട് മനസ്സിലാക്കുന്നത്. കൺഫ്യൂസിങ് വേർഡ്സ് ഉപയോഗിച്ചാലുള്ള റിസൾട്ടാണത്. അപ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷൻ ബാരിയറായി തീരും. അപ്പോൾ സം വേർഡ്സ് ആർ ആംബിഗസ്, വേഗ്, എക്സാഗറേറ്റഡ് ഓർ ഇൻഫ്ലേറ്റഡ്. ചില വാക്കുകൾ വേഗായിരിക്കാം അല്ലേ, അൺക്ലിയർ ആയിരിക്കാം.
ആംബിഗസ് ആയിരിക്കാം, എന്താ കൃത്യമായ മീനിങ് കൊടുക്കാത്ത അൺസർട്ടൈൻ ആയിട്ടുള്ള വാക്കുകൾ, ഇങ്ങനെ എക്സാഗ്രേറ്റഡ് എന്ന് പറയുമ്പം നമ്മൾ ഒരുപാട് പൊലിപ്പിച്ചിട്ടുള്ള വാക്കുകൾ കൂട്ടിച്ചേർക്കുക അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം കൃത്യമായ മീനിങ് ചിലപ്പോൾ ആ റീഡർക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇത്തരം വാക്കുകൾ ഒഴിവാക്കുക, വേഗായിട്ടുള്ളതൊക്കെ ഒഴിവാക്കുക. അതൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ഷോർട്ട് ഇൻസ്റ്റെഡ് ഓഫ് സർക്യുംലോക്യൂഷൻ ആൻഡ് ലോങ്. അതായത് ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ മെറ്റീരിയൽ സിമ്പിൾ ആൻഡ് ഷോർട്ട് ആയിരിക്കണം. എങ്ങനെയാവരുത്? സർക്യുംലോക്യൂഷൻ എന്ന് പറഞ്ഞാൽ അൺനെസസറി ആയിട്ട് ലാർജ് നമ്പർ ഓഫ് വേർഡ്സ് ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് സർക്യുംലോക്യൂഷൻ എന്ന് പറയുക. അനാവശ്യമായിട്ട് വാക്കുകൾ തിരികെ കയറ്റാൻ പാടില്ല. അതേപോലെ തന്നെ അതുവഴി എന്തായി തീരും? സെൻറ്റൻസ് ലോങ് ആവൂലേ. അപ്പോൾ ലോങ് ആവാനും പാടില്ല. എങ്ങനെയായിരിക്കണം? സിമ്പിൾ ആൻഡ് ഷോർട്ടായിരിക്കണം. അതാണ് കൺഫ്യൂസിങ് ലാംഗ്വേജ് എന്ന എററിൻ്റെ ഇമ്പാക്റ്റും ആ എറർ റെഡ്യൂസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും. അപ്പോൾ സെക്കൻഡ് വൺ, വെർബോസിറ്റി. വെർബോസിറ്റി എന്ന് വെച്ചാൽ വാക്കുകൾ ചുരുക്കുക എന്നുള്ളതാണ്. വാക്കുകൾ കൂടുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് ഇവിടെ വെർബോസിറ്റി എന്ന എറർ വരുന്നത്. അപ്പോൾ വെർബോസിറ്റി എപ്പോഴും എന്ത് ചെയ്യുക? വാക്കുകൾ കുറച്ച് കൊണ്ടുവരാം. ഇറ്റ് ഈസ് ദ ഓവർ യൂസ് ഓഫ് വേർഡ്സ് ഇൻ്റർഫിയേഴ്സ് ബൈ വേ ഓഫ് ഇറിറ്റേഷൻ, കൺഫ്യൂഷൻ ആൻഡ് ബോറിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. ബയർക്ക് അത് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നതിൽ റീഡർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിൽ എന്താണ് ഒരു കോൺസെപ്റ്റിൽ വെർബോസിറ്റി കൂടുതലാണ്. വാക്കുകൾ കൂടുതൽ ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ, ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ ഒന്നിൽ കൂടുതൽ വരുമ്പം അത് വായിക്കുന്ന ആളെ സംബന്ധിച്ചോളം അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നതിൽ എന്താവും? കൺഫ്യൂഷൻസ് ഉണ്ടാവാം, അവരെ ഇറിറ്റേറ്റ് ചെയ്യാം, അവർക്ക് ഒരു ഇപ്പോൾ ബുക്കൊക്കെ ആണെങ്കിൽ അത് ബോറിംഗ് ആയിട്ട് തോന്നാം അല്ലേ. അപ്പം വാക്കുകൾ ഒരേ അർത്ഥം കൊടുക്കുന്ന ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കേണ്ട. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എക്സലൻറ്റ് പെർഫോമൻസ് എന്ന് എഴുതേണ്ടതിന് പകരമായിട്ട് ഇപ്പം നമ്മൾ എഴുതുകയാണ് എക്സ്ട്രീംലി വെരി ഗുഡ് അങ്ങനെ എഴുതി വെക്കുന്നതിന് പകരമായിട്ട് ഇറ്റ് ഈസ് എക്സലൻറ്റ് അല്ലേ. ആ ഒരൊറ്റ വാക്കിൽ ഒതുക്കുമ്പോൾ അത് കേൾക്കുന്നവർക്കും സുഖമാണ് അല്ലേ. അപ്പം പേജിൻ്റെ വോളിയം കൂടുന്നേ ഉള്ളൂ. അപ്പം അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഒരു വെർബോസിറ്റി ഉണ്ടാകുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യാം? ഓവർ യൂസ് ഓഫ് വേർഡ്സ് അവോയ്ഡ് ചെയ്യണം. അതാണ് സെക്കൻഡ് പറയുന്നത്. തേർഡ്, പുവർ സെൻറ്റൻസ് സ്ട്രക്ചർ. മൂന്നാമത്തത് സെൻറ്റൻസിനാണ് കോൺസെൻട്രേഷൻ. ആദ്യത്തെ രണ്ടും വാക്കുകളിലായിരുന്നു, വേർഡ്സിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. തേർഡ് സെൻറ്റൻസ് ആണ്. സെൻറ്റൻസ് എപ്പോഴും മീനിങ് ആയിരിക്കണം അല്ലേ. അതിൽ പകരം എങ്ങനെയാവരുത്? ഫ്രാഗ്മെൻറ്റ്സ് ആവരുത്, അതായത് കഷ്ണം ആവരുത്. അത് അങ്ങനെയുള്ള അവിടുന്ന് വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? ഇറ്റ് ലാക്സ് യൂണിറ്റി. ഒരു സെൻറ്റൻസിന് യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ വാക്കുകളും കൂട്ടി വായിച്ചാൽ നമുക്കൊരർത്ഥം കിട്ടണം. അങ്ങനെ അർത്ഥം കിട്ടുന്നില്ലെങ്കിൽ ഇറ്റ് ലാക്സ് യൂണിറ്റി. ആ ഒരു സിറ്റുവേഷനെയാണ് പുവർ സെൻറ്റൻസ് സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവോയ്ഡ് ലോങ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസസ് ആസ് ഇറ്റ് റിസൾട്ട് ഡിഫിക്കൽട്ട് ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. നീളം കൂടിയതും ലോങ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് അല്ലേ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോങ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസുകൾ ഒഴിവാക്കുക. എന്നിട്ട് എങ്ങനെയാക്കുക? യൂണിറ്റി കിട്ടണം. ആ കഷ്ണം വേർഡ്സ് ആയി പോരുത്. ആ വാക്കുകൾ കൂട്ടി വായിച്ചാൽ നമുക്കൊരു അർത്ഥം കിട്ടണം. അപ്പോൾ യൂണിറ്റി ഉണ്ടാവണം സെൻറ്റൻസിന്. അപ്പോൾ എന്താണ്? ആ മീനിങ് ഫുൾ ഗ്രാമാറ്റിക്കൽ കറക്റ്റ് ആയിരിക്കണം. അതുപോലെ വേർഡ്സ് യൂസേജൊക്കെ ഒരേ അർത്ഥം വരുന്ന വേർഡുകൾ ഒന്നിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മീനിങ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സെൻറ്റൻസ് സ്ട്രക്ചർ ശ്രദ്ധിക്കുക. ഇനി ഫോർത്ത്, ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. അത് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ ഇൻഫോർമേഷൻ ഓവർലോഡ് എന്ന്? നമുക്കൊക്കെ സംഭവിക്കുന്നതാണ്. ഒരേ സമയത്ത് ഒന്നിൽ കുറേ ഡാറ്റ നമ്മളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയാണ് ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയാം. അപ്പോൾ ഏതൊരു ഓർഗനൈസേഷണൽ കണ്ടൻറ്റ് മെസ്സേജ് ചെയ്യുമ്പോഴും റിട്ടൺ ഫോർമാറ്റിൽ മെസ്സേജ് ചെയ്യുമ്പോഴും അധികമായി പോകരുത് അല്ലേ. റിട്ടൺ ഡോക്യുമെൻറ്റ് അതിൽ കുറേ അധികം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷെ അതിന് എന്ത് ചെയ്യണം? മെയിനായിട്ടുള്ള കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് എസൻസ് എടുത്തിട്ട് വേണം സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ. അല്ലാതെ ഇമ്പോർട്ടൻറ്റും അൺഇമ്പോർട്ടൻറ്റും ഒക്കെ കലർത്തി എഴുതി കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെ അൺഇമ്പോർട്ടൻ്റ് ആണെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാനും അത് റിമൈൻഡ് ചെയ്ത് ഓർത്ത് വെക്കാനും കുറേ കാര്യങ്ങളുണ്ടാകുമ്പോൾ ഓർത്ത് വെക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക? വളരെ ചുരുങ്ങിയ സെൻറ്റൻസിൽ സിമ്പിളായിട്ട് എഴുതി ഫലിപ്പിക്കുക എന്നുള്ളതാണ് ഇൻഫർമേഷൻ ഓവർലോഡ് കുറയ്ക്കാനുള്ളൊരു മാർഗം.
അത് എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വളരെ എഫക്റ്റീവാക്കി മാറ്റാൻ സഹായിക്കും. അപ്പോൾ 4 എറേഴ്സ് വരുന്നുണ്ട്. ഈ എറേഴ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എറർ അല്ലെങ്കിൽ എഫക്റ്റീവ് ആകണമെങ്കിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഏതൊക്കെയാണ്? കൺഫ്യൂസിങ് ലാംഗ്വേജ് ഒഴിവാക്കുക, വെർബോസിറ്റി വാക്കുകൾ എന്ത് ചെയ്യുക, ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, അല്ലെ ഒരേ അർത്ഥം വരുന്ന അല്ലേ. ദെൻ പുവർ സെൻറ്റൻസ് സ്ട്രക്ചർ, ഇൻഫർമേഷൻ ഓവർലോഡ്. ഈ 4 കാര്യങ്ങളാണ് എറേഴ്സിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് എടുക്കുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.